നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലൂടെയും തൃശൂർ ജില്ലയിലെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യ യാത്ര കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള കാർഷിക സംസ്കൃതിയും ഗ്രാമീണതയും ഇഴചേർന്ന് കിടക്കുന്ന കോങ്ങാട് നിയോജക മണ്ഡലത്തിലൂടെയാണ്. പ്രധാനമായും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക, ആരോഗ്യ കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. പുരോഗതിക്ക് സുഗമമായ ഗതാഗത സൗകര്യം എത്രത്തോളം അനിവാര്യമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോങ്ങാട് മണ്ഡലത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തി സർക്കാരും കിഫ്ബിയും ചേർന്ന് നിരവധി റോഡ്, പാലം പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, ഒന്ന് കോങ്ങാട് മുതൽ മണ്ണാർക്കാട് വരെ ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്പു സുൽത്താൻ റോഡ് 57 കോടി രൂപയാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പുഴ നമ്മൾ അറിയപ്പെടുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ആ കാഞ്ഞിരപ്പുഴ, ചിറക്കപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന, ഡാം വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായ റോഡ് നിർമ്മാണം ആധുനിക രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന തരത്തിൽ നിർമ്മാണം നടത്തിയത് 36 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ കമ്പ ചെളിക്കടവ് പാലം, ഓടനൂർ പാലം, എഴുത്തോമ്പാറ കാരാകുർശി പഞ്ചായത്തിൽ എഴുത്തോമ്പാറ കുണ്ടുകണ്ടം പാലം തുടങ്ങിയവയും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗതാഗത രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾക്കും കോളേജിനുമായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കരിമ്പിയിലും കോങ്ങോട്ടും ദാഹമകറ്റാൻ 28 കോടിയുടെ കുടിവെള്ള പദ്ധതി, ആരോഗ്യ രംഗത്ത് ഒരു കരുതൽ, കായിക രംഗത്ത് ഒരു കുതിപ്പ്, യുവജനങ്ങൾക്ക് നൈപുണ്യം നേടാൻ ഒരു അവസരം, ടൂറിസം രംഗത്ത് പുതിയ പ്രതീക്ഷകൾ. ഇങ്ങനെ നോക്കുമ്പോൾ കോങ്ങാടിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ആവശ്യമായ ഒട്ടുമിക്ക മേഖലകളിലും ശക്തമായ സാന്നിധ്യവും അളവറ്റ സാമ്പത്തിക പിന്തുണയുമായി കഴിഞ്ഞ 10 വർഷമായി സർക്കാരും കിഫ്ബിയും കൂടെ തന്നെയുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കോങ്ങാടിന്റെ അടുത്ത ദശകങ്ങളെ വളർച്ചയുടെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന നിക്ഷേപങ്ങളാണ്. കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് ഇതുവരെ തന്നെ കിഫ്ബി അനുവദിക്കപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ പഞ്ചായത്തുകളിലും ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, UP സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വ്യക്തമായ വളർച്ചയും അതോടൊപ്പം തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കിഫ്ബി നൽകിയിട്ടുള്ള സഹായം ചെറുതല്ല. അതുപോലെ തന്നെയാണ് റോഡ് വികസനവും കിഫ്ബി പദ്ധതിയിൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിന് തുണയായിട്ടുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനം മറ്റൊരു കാര്യം, കായിക പ്രതിഭകൾക്ക് സഹായമാകുന്ന പാലക്കാട് പറളി എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് എപ്പോഴും
ഔപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ, കായിക മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി പാലക്കാടൻ കാറ്റ് കായിക മേഖലയിൽ വളർത്തിക്കൊണ്ടുവന്നത് പറളി ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതൊരു സർക്കാർ സ്കൂൾ പോലുമല്ല, ഒരു എയ്ഡഡ് സ്കൂളാണ്. എന്നിട്ട് പോലും 7.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആധുനിക തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ആ സ്കൂളിൽ നിർമ്മിച്ചതും പാലക്കാടിൻ്റെയും പറളിയുടെയും കൊങ്ങാട് മണ്ഡലത്തിൻ്റെയും വികസന കുതിപ്പിന്, കായിക പ്രതിഭകൾക്ക് ഒരു തുണയായി എന്നുള്ളതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ കഴിയുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും നിദാനമായിട്ടുള്ളത് കിഫ്ബിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. കേരള ജനത പുരോഗമനം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും കിഫ്ബി എന്ന പദ്ധതിയുടെ കാര്യത്തെ സംബന്ധിച്ച് തർക്കമില്ലാത്ത നല്ല ശുഭ വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര പുഴയുടെ താളവും മലയുടെ ഗാംഭീര്യവും സമന്വയിപ്പിക്കുന്ന പ്രകൃതി രമണീയത കൊണ്ടും വാണിജ്യ വ്യാവസായിക സാധ്യതകൾ കൊണ്ടും അനുഗ്രഹീതമായ തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്തെ പ്രധാന കവാടമായ ചാലക്കുടി നിയോജക മണ്ഡലത്തിലൂടെയാണ്. ടൂറിസം, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഈ മണ്ഡലത്തിന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ലോക ടൂറിസം ഭൂപടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. ദേശീയപാത 544, പ്രധാന റെയിൽവേ ലൈൻ എന്നിവ കടന്നുപോകുന്ന കൊച്ചിക്കും തൃശൂരിനും ഇടയിൽ തന്ത്രപ്രധാനമായ സ്ഥാനമുള്ള ഈ നാടിന് അതിന്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. ചാലക്കുടിയുടെ ഈ വളർച്ചാ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. മലയോര ഹൈവേയും നദികൾക്ക് കുറുകെയുള്ള പുതിയ പാലങ്ങളും മുതൽ നവീകരിച്ച റോഡുകളും റെയിൽവേ മേൽപ്പാലവും വരെ ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളും ITIയും മുതൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതികളും സ്റ്റേഡിയവും വരെ വിവിധ മേഖലകളിൽ സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് നടത്തുന്ന സമഗ്രമായ ഇടപെടലുകൾ അവ ചാലക്കുടിയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് പുത്തൻ ഉണർവുകളാണ്. കിഫ്ബിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന മലയോര ഹൈവേ 125 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ആ മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചാലക്കുടി ആനമല റോഡ്, ചിറങ്ങര ROB, അതുപോലെ ചിറങ്ങര ശബരിമല ഇടത്താവളം, വേളൂക്കര പൂവത്തിങ്കൽ റോഡ്, ആനമല മോതിരക്കണ്ണി ചാലക്കുടി റോഡ് അടക്കം കാഞ്ഞിരപ്പള്ളി പാലം, പാറക്കൂട്ടം പാലം അടക്കമുള്ള നിരവധി ഈ നാടിൻ്റെ ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം അനുവദിച്ചിട്ടുള്ളത് കിഫ്ബിയിൽ നിന്നാണ്. അപ്പോൾ ഈ നാടിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ കിഫ്ബി നടത്തുന്ന ഇടപെടലുകൾ വളരെ അഭിനന്ദനാർഹമാണ്. സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ചാലക്കുടി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് കിഫ്ബി വഴി നടപ്പാക്കിയത് 9 കോടിയിലധികം രൂപയാണ്. സംസ്ഥാന വ്യാപകമായ ഡയാലിസിസ് സെന്റർ, ഐസൊലേഷൻ വാർഡ് പദ്ധതികൾ, ശബരിമല ഇടത്താവളങ്ങളുടെ സുസ്ഥിര വികസനം, ഇങ്ങനെ സമഗ്ര മേഖലയിലും മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു. ചുരുക്കത്തിൽ ഗതാഗതം, ഊർജം, കുടിവെള്ളം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, കായികം, ടൂറിസം തുടങ്ങി ചാലക്കുടിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലും സർക്കാർ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്.
വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ചരിത്രവും പാരമ്പര്യവും ഒത്തുചേരുന്ന കോഴിക്കോട് ജില്ലയുടെ തീരദേശ മേഖലയായ ഒരു നിർമ്മാണത്തിന് പേരുകേട്ട പുഴയും കടലും സംഗമിക്കുന്ന ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് നിറം പകരുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ബേപ്പൂർ, ഫറോക്ക്, രാമനാട്ടുകര എന്നീ മുനിസിപ്പാലിറ്റികളും കടലുണ്ടി, ചെറുവണ്ണൂർ, നല്ലളം എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ബേപ്പൂർ നിയോജക മണ്ഡലം. പഴയ കാലത്തെ പ്രധാന തുറമുഖം എന്ന നിലയിലും ഓട് വ്യവസായത്തിന് പേരുകേട്ട ഫറോക്ക് പട്ടണത്തിന്റെ സാന്നിധ്യം കൊണ്ടും തന്ത്രപ്രധാനമായ സ്ഥാനം കൊണ്ടും ഏറെ പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, പാർപ്പിടം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ മണ്ണിലേക്ക് എത്തിയത്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലാണ്. തീരദേശ മേഖലയുടെ വളർച്ചയ്ക്ക് മികച്ച റോഡ് ശൃംഖല അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തീരദേശ ഹൈവേയുടെ വരവോടെ ഈ മേഖലയിലെ യാത്ര സുഗമമാവുകയും ടൂറിസം, മത്സ്യബന്ധന മേഖലകൾക്ക് വലിയ ഉണർവുണ്ടാവുകയും ചെയ്യും. ഗതാഗതത്തിനൊപ്പം ആരോഗ്യ രംഗത്തും ബേപ്പൂർ മണ്ഡലം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ഫറോക്ക് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി 17 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയുടെ സഹായത്തോടെ വാപ്കോസ് ലിമിറ്റഡ് നടപ്പിലാക്കിയത്. ആശുപത്രിക്ക് ആവശ്യമായ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി 1,17,00,000 രൂപയുടെ മറ്റൊരു പദ്ധതിയും കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ ഫറോക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമാകും. കൂടാതെ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനവും ഈ മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭ്യമായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളെയും ക്ലസ്റ്ററുകളായി തിരിച്ച് നവീകരണം നടത്തി. ഇതിലൂടെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ എന്നിവയെല്ലാം ലഭിച്ചു. ഇത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നുണ്ട്. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും ബേപ്പൂരിലെ തീരദേശ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണ്. ശുദ്ധജല വിതരണം മെച്ചപ്പെടുത്തുന്നതിനും മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. രാമനാട്ടുകരയിലെ ശുദ്ധജല പദ്ധതിയുടെ നവീകരണത്തിനായി 26 കോടി രൂപയുടെ പദ്ധതിയാണ് കേരള വാട്ടർ അതോറിറ്റിയിലൂടെ നടപ്പിലാക്കിയത്. ഇത് രാമനാട്ടുകരയിലെ കുടിവെള്ള പ്രശ്നത്തിന് വലിയ പരിഹാരമാകും. അതുപോലെ ഫറോക്ക്, കരുവൻതുരുത്തി ഭാഗങ്ങളിലെ കുടിവെള്ള പദ്ധതിക്കായി 18,64,00,000 രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഇതുകൊണ്ട് ഈ മേഖലയിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാവുകയാണ്.
ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ തീരദേശ മണ്ണിൽ സംഭവിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. തീരദേശ ഹൈവേയിലും പുതിയ പാലങ്ങളിലുമായി ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. നവീകരിച്ച ആശുപത്രികളും സ്കൂളുകളും കുടിവെള്ള പദ്ധതികളും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും. പുതിയ മുനിസിപ്പൽ കെട്ടിടങ്ങളും ഇൻഡോർ സ്റ്റേഡിയവും നാടിന്റെ മുഖച്ഛായ മാറ്റും. കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ബേപ്പൂരിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറയിടുകയാണ്. ഓരോ പദ്ധതിയും അത് നാളത്തേക്കുള്ള വാഗ്ദാനമാണ്. ഈ വികസന മുന്നേറ്റം ബേപ്പൂരിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.